പി.ജെ. ജോസഫും അതുപോലെ തന്നെ മാണി സി കാപ്പനും എത്തിയിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം പി.ജെ. ജോസഫ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടാൽ ചർച്ചകൾ ഒരു പ്രതിസന്ധിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് അങ്ങനെ 2 മന്ത്രിസ്ഥാനം പി.ജെ. ജോസഫിന് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, പി.ജെ. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, കന്റോൺമെന്റ് ഹൗസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മാണി സി കാപ്പൻ മുഴുവൻ സമയ മന്ത്രിസ്ഥാനം, ഫുൾ ടൈം മിനിസ്റ്റർ ആകും, 5 വർഷവും മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പി.ജെയെ സംബന്ധിച്ച് ഈ 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് ഒരു കടുത്ത സമ്മർദ്ദത്തിലേക്ക് കടക്കാമോ? അഭിലാഷ്, സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷയ്ക്ക് അല്പം മങ്ങലേൽക്കുമെന്നാണ് തോന്നുന്നത്. പി.ജെ. ജോസഫ് കടുംപിടുത്തത്തിൽ തന്നെയാണ്. പി.ജെ. ജോസഫും മോൻസ് ജോസഫും കൂടാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ ഉപേക്ഷിച്ച് ചർച്ചയ്ക്കായിട്ട് എത്തിയത്. അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച നടക്കും. അപ്പോൾ ആ കയറി പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു 2 മന്ത്രിസ്ഥാനത്തിൽ കുറഞ്ഞൊരു നിലപാടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കല്ല, അവസാന നിമിഷവും ഒരുക്കമല്ല എന്നുള്ള സൂചന നൽകിയിട്ടാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടാണ് പി.ജെ. ജോസഫും മോൻസ് ജോസഫും അകത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതിലിനി വി ഡി സതീശനുമായിട്ടുള്ള ചർച്ചയിൽ അതിലൊരു നീക്കുപോക്ക്, ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കുള്ള മറ്റൊരു പദവിയും എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഏതായാലും അവർ ആ നിലപാടിൽ തന്നെ 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല വകുപ്പുകളും പ്രധാനമാണ്. ജലസേചനം അടക്കമുള്ള വകുപ്പുകൾ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചർച്ചയും നടക്കും. അതിലും കടുംപിടുത്തം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാണാനുള്ളത്. ഏതായാലും വി ഡി സതീശന് ആത്മവിശ്വാസമുണ്ട്. അനുനയിപ്പിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകാൻ കഴിയും, ഒരു അനുനയ ശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത്. അതിന് തൊട്ട് പിന്നാലെ വന്നത് മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ പറഞ്ഞത്, നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിരുന്നത് ഒരുപക്ഷെ മാണി സി കാപ്പൻ ഘടകകക്ഷിയല്ല, പക്ഷേ അദ്ദേഹത്തിന് ടേം വ്യവസ്ഥയിൽ ഒരു മന്ത്രിസ്ഥാനം നൽകാനുള്ള സാധ്യതയാണ്. എന്നാൽ അതിന് ഒരുക്കമല്ല എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹവും മാധ്യമപ്രവർത്തകരോട് പങ്കുവെച്ചത്. അങ്ങനെ ഒരു ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. മുഴുവൻ സമയം മന്ത്രിയാകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ നേരത്തെയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്.